പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദൈവത്തിൻ്റെ മറ്റൊരു വാഗ്ദത്തമാണ്, മറ്റൊരു വാഗ്ദാനമാണ്. ഒരു വിശ്വാസിയുടെ ബോധ്യം, ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആർക്കും എന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ സാധിക്കില്ല. ദൈവം എനിക്കൊണ്ട് എല്ലാം ക്രമപ്പെടുത്തും. ആ ഒരു അഷ്വറൻസാണ് ഈ പ്രഭാതത്തിൽ അച്ഛന് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അതിനുപറ്റിയ വചനഭാഗമാണ് സങ്കീർത്തനം 118:6. വചനം ഇപ്രകാരമാണ്: കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെയും ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ചോദ്യം ചോദിക്കുക, കറക്റ്റല്ലേ? ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാരെ ഭയപ്പെടണം? ദൈവം എന്നെ രക്ഷിച്ചോളും. ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും ശക്തിയിലും ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സങ്കീർത്തനെ നമ്മൾ കാണുന്നത്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, നമുക്കും ഇന്ന് അതുപോലെ പറയാൻ സാധിക്കും, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്, ആർക്കെന്നും തൊടാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും എവിടെ എങ്ങനെയൊക്കെ പോകുമ്പോഴും കർത്താവിൻ്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ ആരെയും ഭയപ്പെടില്ല, ആർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഈ വചനം അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരത്തിലും തൻ്റെ ജനത്തെ എല്ലാ അപകടത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള ശക്തി എൻ്റെ കർത്താവിനുണ്ടെന്ന് ഞാൻ ഏറ്റുപറയാണ്. ഈ ലോകത്തിൽ എനിക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം സൃഷ്ടിച്ച കർത്താവ് എൻ്റെ പക്ഷത്താണ്. ആ ഒരു ബോധ്യമാണ് ഈ വചനം വായിക്കുമ്പോൾ ഇന്ന് കർത്താവ് നമുക്ക് തരുന്നത്. ഓർക്കുക പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വിശ്വസ്തത സ്നേഹത്തിൻ്റെ ആഘോഷമാണ്, മറക്കരുത്. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവസ്നേഹം സുരക്ഷിതത്തിൻ്റെ ഒരു ഉറവിടമായി മാറുകയാണ്. നാം നിരസിച്ചതും എന്നാൽ ദൈവം അംഗീകരിച്ചതുമായ ഒരു മൂലക്കല്ലിനെക്കുറിച്ച് സങ്കീർത്തനം പറയുന്നുണ്ട്. യാഗമർപ്പിക്കുവാനും ജനങ്ങളെ രക്ഷിക്കുവാനും കർത്താനാമത്തിൽ വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പിന്നീട് സംസാരിക്കുന്നുണ്ട്. അത് യേശു ക്രിസ്തുവാണ്. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, യേശു എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വിശ്വസ്തത ആ സ്നേഹത്തിൻ്റെ ഒരു ഉത്സവമായി ആഘോഷമായി കാണാൻ സാധിക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ച് എല്ലാ നിമിഷവും എന്നോടുകൂടെ ചരിക്കുന്ന, എന്നോടൊപ്പമാകുന്ന യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും തമ്പുരാൻ അവൻ്റെ വിശ്വസ്ത എന്നോട് കാണിക്കുന്നത് സ്നേഹത്തിൻ്റെ ആഘോഷം പോലെ ഉത്സവമാക്കി മാറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആയിരങ്ങൾ വാഗ്ദത്തത്തോട് പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് ഈ ദൈവിക സംരക്ഷണം, ദൈവം സംരക്ഷണം തരുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അച്ഛനേശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.